ഹലോ സാർ, ഞാൻ ഹെവൻ ബാറിൽ നിന്നാണ്. എന്താണ് സാർ? ഇവിടെ സ്റ്റീഫൻ സാറ് വന്ന് കുടിച്ച് ആകെ ബോധം കിട്ടുന്ന നിലയിലാണ്. ഒന്ന് വന്ന് കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് കട അടയ്ക്കായിരുന്നു. ഓ ഷിറ്റ്, നിങ്ങളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യോ, ഞാനിപ്പോൾ വരാം. ഓക്കെ സാർ. ഇജായ ഇതെങ്ങോട്ടാ? എന്താ സ്റ്റീഫൻ തന്നെ, അവൻ ബാറിൽ കിടന്ന് ആകെ സീനായിന്ന്. ഓ ഇവനെ കൊണ്ട്. നിങ്ങളെന്നാ പോയിട്ട് വാ, ഞാൻ വാതില് ചാരിടാം. Drunk and tipsy in the shop, call and curry on the house, vibing with the nut bomb, tripping on a good to party. ഒരു ഗ്ലാസും കൂടി വയ്ക്കടാ. സാർ, നിങ്ങൾ ഓൾറെഡി ഓവറാണ്. ഇനിയും കൂടി കഴിച്ച സാറിൻ്റെ ബോധം പോവും. വയ്യോ കെയർ, എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ചേട്ടനോ ഇല്ലാത്ത കെയർ നീ എന്തിനെനിക്ക് തരുന്നു? ഞാൻ നിനക്ക് മണി തരുന്നില്ലേ? നീ എനിക്ക് തരണം, ബിക്കോസ് യു ആർ ദ വർക്കർ. ബട്ട് സാർ, എൻ്റെ ടൈം കഴിഞ്ഞു, എനിക്കിവിടുന്ന് പോകണം. നീ എനിക്കൊരു ഗ്ലാസ് തന്നിട്ട് പോയിക്കോ, ഞാനൊന്നും എടുക്കില്ല വേറെ. ഒന്നോ എടാ, നിനക്ക് അയാളെ മനസ്സിലായോ? മനസ്സിലാവേണ്ടിയിരിക്കോ? ദ ഗ്രേറ്റ് ഡാൻസർ അല്ലേ അത്? ആടാ, ഹീസ് ഡ്രിങ്കിങ് ലൈക്ക് ഹെൽ. അതെ അതെ. അല്ല, നീ എന്താ ചെയ്യുന്നേ? വീഡിയോ എടുക്കുന്നു. വീഡിയോ എന്തിനു? സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാൻ. വൈ? എടാ, ഇങ്ങനത്തെ വലിയ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്താൽ നമുക്ക് ഫോളോവേഴ്സ് കൂടും. അതിന് ഒരാളുടെ ലൈഫ് വെച്ച് കളിക്കണം. പിന്നെ അയാൾക്ക് കാട്ടെങ്കിൽ നമുക്ക് എന്താ പബ്ലിക് ആക്കി കൂടെ? മാർക്ക്. You fucking idiot! How many times I told you just give me one glass of drink? Stephen sir, I can't. You bloody Stephen! ആരത്? ചേട്ടനോ? നല്ല ടൈമിംഗ് ആണല്ലോ. വന്നേ, നീ പോവാ. നോ, I want drink. വീട്ടിൽ പോയിട്ട് കുടിക്കാം. തരോ? പറ്റിക്കരുത്. ഇല്ല. ഓക്കേ. പാവൻ ചേട്ടൻ. ലെറ്റ് മീ പോസ്റ്റ് ഇറ്റ്. എടാ വേണ്ടടാ, ഒന്ന് മിണ്ടാടിക്കടാ. എത്തിയില്ലേടാ? എടൊന്നും മിണ്ടാണ്ടിരി. എനിക്കൊരു പാട്ട് കേൾക്കണം. വെക്കണില്ല. നിനക്ക് എന്ത് ഞാൻ പറഞ്ഞു ചെയ്താല് പറ്റില്ല. ഒട്ടങ്ങിയിരുന്നോ? നീ വെക്കണ്ട, ഞാൻ പാടിക്കോളാം. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെറിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിത തുമ്പുമായി പറയാതെ പ്രിയത. ഓ ഡാം ഗോഡ്, സ്റ്റീഫൻ, നിന്നെ കൊണ്ട് ഉപദ്രവമല്ലാണ്ട് ഉപകാരം ഇന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇനി ഇത് ഞാൻ എങ്ങനെ ക്ലീൻ ആക്കാനാ? വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ശശകത്തിനിരുപുറം നാം. ചിരിക്കടാ ചിരിക്കെ. നിനക്ക് ഞങ്ങളുടെ വേദനകളെല്ലാം തമാശയാണ്. ഒരിക്കലും നീ അത് മനസ്സിലാക്കോടാ. നിന്നെ കെയർ ചെയ്യണേന് ഇതൊക്കെ എനിക്ക് കിട്ടണം. കെയറാ? എന്താ കെയർ? എന്ന് പറഞ്ഞാ അതാണോ? ഇത് വരെ എനിക്കത് നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോ ഇതിനെയാണോ കെയർ? അതോ പൊതുവെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഇമേജ് തകർക്കാണ്ടിരിക്കാനുള്ള ഈ എന്തെങ്കിലും? നിനക്ക് എന്താണ് സ്റ്റീവ് നിന്റെ പ്രശ്നം? എൻ്റെ പ്രശ്നം എൻ്റെ മാത്രം പ്രശ്നങ്ങളാ, മറ്റാരുടെയും പ്രശ്നങ്ങളല്ല. അതില് നീ ഇടപെടണ്ട. നിനക്ക് എല്ലാം അറിയാം. പക്ഷെ നീ ഒന്നും പറയില്ല. കാരണം നീ ആ പട്ടിയാണ്. അപ്പം പറയുന്നത് മാത്രം കേട്ട് വാലാട്ടുന്ന നായ. കൈമടക്കൊന്ന് തന്നണ്ടല്ലോ, ഇവിടെ നീ വീഴും. വീഴാനൊന്നുമില്ല. അതിപ്പോ കൊന്നു തന്ന അത്രേ ഉപകാരം. എന്തിനല്ലേ വെറുതെ ഒരു പടുവാഴ കൊലക്കയില്ല വീട്ടിലൊരു ഉപകാരമില്ലാട്ടിങ്ങനെ നിൽക്കുന്നു.
നിനക്ക് എന്നെ കൊല്ലാൻ പറ്റിയിരുന്നെങ്കിൽ നീ കൊല്ലും. പക്ഷേ കോടതി നിയമമുള്ളത് കൊണ്ടാണ് നീ എന്നെ വിട്ടേന്ന് എനിക്കറിയാം. അറിയാലോ, ഇറങ്ങും, വീടെത്തി. The billionaire's house, the beautiful house is here. This is my jail and I'm trapped again. ഇച്ചായ, അപ്പച്ചൻ വന്നിട്ടുണ്ട്. ഇവൻ ഇങ്ങനെ കണ്ട കൊല്ലും. ഓ, ഏത് നേരത്താണ് ഇവനെ ബാക്കിൽ കൂടെ കയറ്റാം. എന്തിന്? അയാളെന്നെ തല്ലിക്കൊല്ലാനൊന്നും പോണില്ലല്ലോ. സ്റ്റീഫ മോനെ, എന്തിനാടാ നീ ഇങ്ങനെ കുടിക്കുന്നേ? നീ വാ, അപ്പുറത്തേക്ക് കൂടെ വാ. എന്തിനാ ചേട്ടത്തി? നിങ്ങളെ എന്നെ ഇവിടെ കെയർ ചെയ്യുന്നുള്ളൂ. ആ ചേട്ടത്തി കൂടി ഇങ്ങനെ ആയാലും എങ്ങനെയാ? അപ്പൊ ഞാനൊന്നും ചെയ്യില്ല, മാറി. അയ്യോ പച്ച, വേണ്ട പച്ച, തല്ലണ്ട അവനെ. തല്ലല്ല, ഈ നായിനെ കൊല്ലാണ് വേണ്ടത്. നീ ഇത് കണ്ടോ? വെറും 10 മിനിറ്റിനുള്ളിലാ ഇത്രയും വ്യൂസും ലൈക്സും കിട്ടിയ ഒരു വീഡിയോ. ആരുടെയാന്ന്? ഈ പൊന്നു മോനിരുന്ന് കുടിക്കുന്ന വീഡിയോ. ആ എന്താ? എനിക്കൊന്നിനി പുറത്തിറങ്ങാൻ പറ്റൂ ഇവൻ്റെ അപ്പനായതിൻ്റെ പേരിൽ. എന്നാ നിങ്ങളൊരു പണി ചെയ്യും, ഒരു കോടതിയിൽ പത്രം കൊടുത്തിട്ടോ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടോ പറ, ഞാൻ നിങ്ങളുടെ മോനല്ലെന്ന്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാലോ. പോ, തോർക്കോത്തരം പറയുന്ന വസത്തെ. നീ മാത്രം എന്തെങ്കിലും പഴച്ചു പോയത്. അപ്പാ, ഇനി അവനെ തല്ലണ്ട. ഒന്നാമത് ബോധമില്ലാണ്ട് നിൽക്കുക. എവിടെയെങ്കിലും വീണ് എന്തെങ്കിലും പറ്റിയ നാളെ ഇത് നമുക്കൊരു പണിയാവും. അവനെ കൊണ്ട് റൂമിൽ കൊണ്ട് പൂട്ടിയിട്. ഇനി ആ സത്ത് റൂമിന് പുറത്തിറങ്ങരുത്. ഇവിടെ അടങ്ങി ഒതുങ്ങി കിടന്നോണം, കേട്ടല്ലോ? ഇനി നീ ഇതിന് പുറത്തിറങ്ങില്ല. അപ്പൊ എനിക്ക് നേരത്തെ തരാന്ന് പറഞ്ഞ ഗ്ലാസ് ഡ്രിങ്ക് തരത്തില്ല. നീ ഇനി കുടിക്കാനും പോണില്ല. ചാവ് ഇവിടെ കിടന്നു. അപ്പോ അതും പോയില്ല. ശരി, മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. നീ ഇതെങ്ങോട്ടാ? അല്ല, അവന് ഭക്ഷണം കൊടുക്കണ്ടേ? അതൊന്നും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ചായ? അതൊരു മനുഷ്യനാ, നിങ്ങളുടെ അനിയനാ. മാറ്, ഞാൻ കൊടുത്തിട്ട് തരാം. നീ പറഞ്ഞാൽ കേൾക്കരുത് കേട്ടോ. ഞാൻ കേൾക്കുന്നില്ല. ഒരു കാലത്തെ അതിനെ ഞാൻ എൻ്റെ മോനെ പോലെ നോക്കിയതാ. ഒരു കാലത്തല്ല, ഇപ്പോഴും. എനിക്കെൻ്റെ കുഞ്ഞാ. ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് വരാം. അയ്യോ, ഈ ചായ എന്തേടി? അവൻ കൈ മുറിച്ചു. അവിടെ മൊത്തം ചോര. മാറി. ഡോക്ടർ, അവൻ്റെ കണ്ടീഷൻ? ഗായ്സ്, ഞാനൊന്ന് ചോദിച്ചോടെ, ഇതിപ്പോൾ എത്ര നാളെ ഈ കുട്ടി ഡിപ്രഷനിലായിട്ട്? ഡിപ്രഷൻ? ഡിപ്രഷൻ അടിച്ച് പണ്ടാറടങ്ങിയേക്കാം. എങ്ങനെ ഇനി തിരിച്ചു കൊണ്ടുവരാമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ആൻഡ് ഹീസ് റിയലി ഇൻ എ ബാഡ് കണ്ടീഷൻ. സർവൈവ് ചെയ്യാതെ ഇരിക്കാം. ഇപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി എഴുതിയതാ. എന്തായാലും പോലീസ് വന്നാൽ മേ ബി എനിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടി വരും. കാരണം അവൻ്റെ കണ്ടീഷൻ അത്രയ്ക്ക് ബാഡാണ്. അവസാനം നിങ്ങളവനെ കൊണ്ട് അതും ചെയ്യിപ്പിച്ചു അല്ലേ? വരുൺ? വരുൺ തന്നെ. എല്ലാം നിർത്തി ഞാൻ പോയതല്ലേ. എന്തിനാ? ഇവനെ നിങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാം നിർത്തിയത്. എല്ലാം അവസാനം അങ്ങനെ കിടത്താനായിരുന്നു. എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ
എനിക്കവനൊന്ന് വിട്ടു തരാനായിട്ട്. എന്നിട്ടും നിങ്ങളെന്നെ പേടിപ്പിച്ച് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പം അവനവിടെ കിടത്തിയില്ല. ഇനി ഞാൻ അവനെ വിട്ടു തരില്ല. അവനൊരു വാക്കോ പോലും മിണ്ടിക്കാണ്ട് നിങ്ങൾ എന്തിനാ അവനിങ്ങനെ? മോനെ വരണേ, കരയല്ലേ. ഇപ്പം നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇവന്മാരുടെ ഒക്കെ തല നമുക്ക് കൊയ്യണം. ഇച്ചായ, ഈ കത്ത് അവൻ വരുണിന് വേണ്ടി എഴുതിയതാ. വരുണിനോ? വരുൺ, ഇത് അവൻ നിനക്ക് വേണ്ടി എഴുതിയതാ. എന്നാ ചെല്ലോ, എനിക്കറിയായിരുന്നു ഞാൻ ചത്ത് കിടക്കുമ്പോൾ നീ വരുമെന്ന്. ആൻഡ് യു ആർ ഹിയർ ആൻഡ് നൗ യു ആർ റീഡിങ് മൈ ലെറ്റർ, റൈറ്റ്? കുറേ ഞാൻ നിന്നെ അന്വേഷിച്ചു, പക്ഷെ നീ എനിക്ക് പിടിതരണ്ട് ഒരുപാട് ഒഴിച്ച് നടന്നു കേട്ടോ. സങ്കടമുണ്ട്. എന്നാലും ഡിപ്രഷനാടോ നീ ഇല്ലാത്തതുകൊണ്ട്. മാത്രമല്ല കിട്ടുന്ന പ്രഷർ വളരെ അധികമാണ്. ഒരുപാട് തവണ മരിക്കണ്ട എന്ന് മനസ്സ് പറയുമ്പോൾ ഓരോ തവണ അങ്ങനെ ചെയ്യാനുള്ള ഓരോ കാരണങ്ങൾ എൻ്റെ മുമ്പിൽ വരുമായിരുന്നു. കുറേ പിടിച്ചു നോക്കി, പക്ഷേ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. എന്നെ മനസ്സിലാക്കിയതും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതും എന്നെ സപ്പോർട്ട് ചെയ്തതൊക്കെ നീയല്ലേ. ആ സമയത്ത് എനിക്ക് എൻ്റെ കുടുംബക്കാർ പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നീ എന്നെ തനിച്ചാക്കി പോയില്ലേ. നിനക്ക് അത്ര പെട്ടെന്ന് എന്നെ മറക്കാൻ സാധിച്ചോ? അത്ര പെട്ടെന്ന് എന്നോടുള്ള സ്നേഹം നീ മറന്നു? പക്ഷേ എനിക്ക് പറ്റിയില്ല ചെല്ലോ, അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് കുറേ കുടിച്ച് വലിച്ച് എന്തൊക്കെ ചെയ്ത് എൻ്റെ ഏട്ടനും ഏട്ടത്തിയും ഒക്കെ എന്നെ വെറുത്ത്. ബട്ട് സ്റ്റിൽ ഐ ലവ് യു. ഐ റിയലി ഡു. ചത്ത് ഇവിടുന്ന് പോയാൽ ഞാൻ സ്വർഗത്തിലോ നരകത്തിലാണെങ്കിൽ കൂടി എന്നെ ഞാൻ പ്രേമിക്കും. കാരണം നീ എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വരും പകുതി ബോധത്തിലും പകുതി ബോധമില്ലാണ്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഇതെഴുതി ഇവിടെ സുരക്ഷിതമായി വെച്ചതിന് ശേഷം ഞാൻ മരണപ്പെടും. ആ കത്ത് നിൻ്റെ കൈ കിട്ടുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കായിരിക്കും, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും. എന്താണെങ്കിലും നീ വായിക്കണം. കുറ്റബോധം ഒരിക്കലും നിൻ്റെ മനസ്സിലുണ്ടാവരുത്. കാരണം നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ. സോ ചെല്ലോ, I love you. I really do. വരുൺ, നിന്നെ സാറ് വിളിക്കുന്നു. പണി വരണുണ്ടവറാച്ചാ. ഓ, ഈ കാലമാടൻ എന്നെയും കൊണ്ടേ പോകൂ. എന്തായാലും ചെന്ന് വാങ്ങിച്ചിട്ട് വാ. ഏടി, ഇപ്രാവശ്യം നീയും കൂടി വാടി. പറ്റൂല, ഒറ്റയ്ക്ക് എങ്ങനെ ചെന്നാ മതി. നിന്നെ വിളിച്ചേ. അല്ലെങ്കിലും കൂട്ടുകാരിയാണെന്നൊക്കെ പറഞ്ഞെടുക്കണത് വെറുതെയാണ്. അയ്യോ എടാ ഞാനിപ്പോ അങ്ങോട്ട് വന്ന ഇയാൾ ഉടുക്കത്തെ ഫ്ലർട്ട് തുടങ്ങും. അതിനെങ്കിലും നീ പോയി വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നതിനോട് കാര്യം പറഞ്ഞാ മതി. ഞാൻ പോണി. പോ. സാർ, മേ ഐ കം ഇൻ? വരുൺ, സിറ്റ് ഹിയർ. സാർ, എന്താ വിളിച്ചേ? വരുൺ, ഞാൻ തന്നോട് പറഞ്ഞില്ലായിരുന്നോ നമ്മളൊരു കമ്പനിയായിട്ട് കൊളാബറേഷൻ ചെയ്യുന്നുണ്ടെന്ന്? യെസ് സാർ. അപ്പം നമ്മൾ കൊളാബറേഷൻ ചെയ്യുന്നവർക്ക് ഒരാഗ്രഹം. എന്താണ് സാർ? അവർ പറഞ്ഞത് ഒരു ഡാൻസ് റിയാലിറ്റി ഷോ നടത്താമെന്നാണ്. അവർ 3 ജഡ്ജസിനെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. 2 പേരെ അവർ തന്നെ കൊണ്ടുവന്നു, ഒരാളെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓ, അപ്പോൾ ആരാണ് സാർ നമുക്ക് കൊണ്ടുവരേണ്ടത്? തനിക്കറിയാമെന്ന് തോന്നുന്നു, സ്റ്റീഫൻ ഗബ്രിയൽ, ദി ബെസ്റ്റ് ഡാൻസർ. ഭയങ്കര ഫേമസാ. കുറച്ച് ജാഡിനുള്ള കൂട്ടത്തിലാണെന്നാണ് കേട്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു ജാഡ ടീമിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നില്ലേ? ആ സമയത്ത് നീയും നീനയും കൂടിയാണ് ആ പുള്ളിനെ പോയി വിളിച്ചുകൊണ്ടുവന്നത്. ആ സമയത്ത് എനിക്ക് ഉറപ്പാണ് ഇവനെ നിങ്ങൾക്ക് വളയ്ക്കാൻ സാധിക്കും. അങ്ങനെ എങ്ങനെയെങ്കിലും കൈയും കാലും പിടിച്ച് ഇവിടെ ഒന്ന് എത്തിച്ചാൽ നമ്മുടെ ഷോ ഹൈ ലെവലിൽ കയറും മോനെ. അതിന് ക്രെഡിറ്റ്സ് മൊത്തം നമുക്കും കിട്ടും. ആൻഡ് 50-50 പകരം നമുക്ക് 1% കൂടി കൂടുതൽ കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി കയറും. അങ്ങനെ എങ്ങാനും നമുക്ക് കയറാൻ പറ്റിയ നിനക്ക് സാലറി കൂടും. അപ്പം എങ്ങനെ നീനേയും പോവല്ലേ? സാലറി കൂടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ 2 പേരും പോയി കൊണ്ടുവന്നിട്ടാ കേട്ടോ സാർ. നാളെ മുതൽ ഇറങ്ങിയാ പോരെ? ധാരാളം. പിന്നെ നീനോട് എൻ്റെ ക്യാബിനിലേക്കൊന്ന് വരാൻ പറഞ്ഞോളൂ. ഓ യെസ് സാർ.
നീന മോളെ. എടാ സാറെന്താ പറഞ്ഞേ? ആ പറയാനുള്ളത് സാറ് തന്നെ പറയും, നീ ചെല്ലങ്ങോട്ട്. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചാ ഒരാൾക്ക് അതെങ്ങനെ ശരിയാവും? നിന്നെ ഒറ്റയ്ക്ക് കിട്ടണ്ടേ? പോടോർന്നു ചെല്ലടി സാറ് വിളിക്കണ്. മേ ഐ കം ഇൻ സാർ? ഓ നീന, യെസ് കം ഇൻ, സിറ്റ്. താങ്ക് യു സാർ. നീന ചായ കുടിച്ചോ? ഇല്ല സാർ, സമയമാവുന്നതല്ലേ ഉള്ളൂ, പിന്നെ വർക്കും കഴിഞ്ഞിട്ടില്ല. ഓ നീന സ്ട്രെസ് എടുക്കണ്ട, ബാക്കി വർക്ക് നാളെ ചെയ്താൽ മതി. ഇറ്റ്സ് ഓക്കെ സാർ. പിന്നെ നീന ചായ കുടിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാ പോയി നമുക്ക് ഒരുമിച്ച് ചായ കുടിച്ചാലോ? അപ്പോൾ സാർ എന്തിനാ എന്നെ വിളിച്ചത്? ചായ കുടിക്കാനാണോ വേറെ എന്തെങ്കിലും പറയാനാണോ? ഏയ് ഞാനൊന്നും പറയാൻ വിളിച്ചതല്ല, പറയാനുള്ളത് ഞാൻ വരനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ പറയും. ഞാൻ വിളിച്ചത് ചായ കുടിക്കാനാ, അപ്പോ ചായ കുടിക്കാം. സാർ എനിക്കിപ്പോ ചായ കുടിക്കാൻ ഒരു മൂഡില്ല, ഇന്ന് വേണ്ട, നാളെ കുടിക്കാം. എന്നാ പിന്നെ നാളെ കുടിക്കാം. ഓക്കെ എന്നാ ബൈ. ബൈ. ഇതാ വരൂ, അങ്ങേരെന്താ നേരത്തെ നിന്നോട് പറഞ്ഞത്? അപ്പൊ നിന്നോടൊന്നും പറഞ്ഞില്ലേ? അയാള് ചായ കുടിക്കാനാ വിളിച്ചത്. ചായ കുടിക്കാനാ? എനിക്കറിയാൻ പാടില്ല, കാലമാടിന് പ്രാന്തം. ഫ്ലിർട്ട് ചെയ്ത് എവിടെ വരെ എത്തുമെന്ന് എനിക്കറിയാൻ പാടില്ല. എടി നിന്നെ അങ്ങേർക്ക് ഇഷ്ടമാടി, അത് നിനക്ക് മനസ്സിലാവില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്ന് പോയി ഇഷ്ടപ്പെടുറി. ഇത്ര കോടിക്കണക്കിന് സ്വത്തിൻ്റെ ഉടമേടി, നീ കെട്ടിയ നല്ല ലൈഫ് കിട്ടും. എടാ എനിക്ക് പേടിയാണ്, അയാളെ സ്വത്തുള്ളതാ, എന്നെ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞൊരു വലിയ അങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞ തീർന്നില്ല എൻ്റെ ലൈഫ്. സോ അയാളുടെ സ്നേഹം ട്രസ്റ്റ് വർത്തി ആണെന്ന് ഞാൻ നോക്കട്ടെ, ആണെങ്കിൽ മാത്രം ഞാൻ തിരിച്ചിഷ്ടപ്പെടും. എടിപ്പോത്തെ, അത് നിന്നെ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായിടി. നീ കമ്പിന് കാല് കുത്തിയപ്പോൾ മുതൽ അവൻ നിന്നെ പ്രേമിക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും പെൺകുട്ടികളുണ്ടായിട്ടും നിന്നോട് സംസാരിക്കുന്നത് പോലെ, നിന്നോട് ഫ്രീഡം എടുക്കുന്നത് പോലെ മറ്റാരോടും അങ്ങനെ സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ അങ്ങേര് പറഞ്ഞത് എന്തിട്ടാ നീ പറ. അത് നല്ല കാര്യം, ആ സ്റ്റീഫൻ ഗബ്രിയലിനെ ഒരിക്കലും ഞാൻ കാണാന്ന് വിചാരിച്ചിട്ട് ഇന്റർവ്യൂവിന് പോയതാ. ഇതുവരെ ആ മനുഷ്യനെ എനിക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല കേട്ടോ. ഓ അത്രയ്ക്ക് പോപ്പുലറാ? പിന്നെ നീ TV ഷോ ഒന്നും കാണാറില്ലേ? ഞാൻ ഡാൻസ് ഒന്നും കാണാറില്ല. അതിന്റെ പ്രശ്നം എന്തായാലും നമുക്ക് നാളെ ഒന്ന് പോയി ട്രൈ ചെയ്തോക്കാം. തിരക്കുണ്ടെങ്കിൽ കൂടി കഷ്ടപ്പെട്ട് വലിഞ്ഞു കേറണോട്ടാ. പിന്നെ നിനക്ക് അതിന്റെ ഫോട്ടോ വേണോ? എന്തിനാ, നാളെ നേരിട്ട് പോയി കാണാലോ. ഓ ശരി എന്നാ. എന്നടാ പാസ്, കേറല്ലേ? കേറാം, വാ. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ അല്ലടാ? അല്ലേടാ? വരണേ. എന്തേടി? നീ ഏത് ലോകത്താ? ഒന്നുമില്ല. നീ എന്താ പറഞ്ഞേ? അല്ല, ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേന്ന്. പിന്നല്ലാണ്ട് ഓസം മാൻ. അതാണ് സ്റ്റീഫൻ ഗബ്രിയേൽ. ഇപ്പൊ മനസ്സിലായ? മനസ്സിലായി. എന്നാവാ, ഇവിടെ നമ്മ നിന്നാല് ഒന്നും നടക്കത്തില്ല. ഇപ്പൊ പോയി സംസാരിക്കണം കേട്ടാ? വാ വാ. സ്റ്റീഫൻ മോനെ,
നീ ഓക്കെ അല്ലേ? ആ ചേട്ടത്തി. ഡാ ഇങ്ങോട്ട് നോക്കിയേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല. നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയോ? ഏയ് അത് ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? പറ മോനെ. ചേട്ടത്തി, എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ബോഡി തളർന്നു പോകുന്നു. കയ്യും കാലൊക്കെ തളർന്നു പോവുക. ഇപ്പോൾ അടുപ്പിച്ച് എനിക്കൊരു വിശ്രമം പോലുമില്ല. ഡെയിലി ഡാൻസാ, പെർഫോമൻസ്. എനിക്കങ്ങോട്ട് പറ്റുന്നില്ല. 15ാമത്തെ വയസ്സിൽ തുടങ്ങിയതത്. അപ്പച്ചന് എന്താ അതൊന്നും മനസ്സിലാവാത്തെ? ഞാനൊരു മനുഷ്യനാന്ന് അദ്ദേഹത്തിന് എന്താ മനസ്സിലാവാത്തെ? എൻ്റെ അപ്പം തന്നെയാണോ അത്? ചില നേരത്ത് ഞാൻ തന്നെ എന്നോട് ചോദിച്ചു പോവാ. എനിക്ക് പറ്റുന്നില്ല. സംടൈംസ് ഞാൻ ദൈവത്തോട് പോലും ചോദിക്കും, എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു കഴിവ് തന്നേന്ന്. മോനെ, അപ്പച്ചനോട് ഞാൻ കുറേ പറഞ്ഞു നോക്കിയിടാ. നിനക്കറിയാലോ, ഒരു കെട്ടി വന്ന പെണ്ണിന് എത്രത്തോളം അമ്മായിപ്പനോട് സംസാരിക്കാൻ പറ്റും. എനിക്ക് പറ്റുന്ന പോലൊക്കെ പറയുന്നുണ്ട്. ഈ ഞാൻ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ അപ്പച്ചൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. അയ്യോ ഏട്ടത്തി എനിക്ക് വേണ്ടി സംസാരിക്കരുത് ഒരിക്കലും ആരുടെടുത്തും. കാരണം ഇത് ഞാനായിട്ട് തന്നെ വരുത്തി വയ്ക്കുന്നതാ. അപ്പനോട് മറുത്ത് സംസാരിക്കാൻ പറ്റാണ്ട് ഇത്ര വയസ്സായിട്ടും ഒരു പയ്യനിങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കഴിവുകേട് തന്നെയാണ്. ഏട്ടത്തി ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏട്ടത്തിക്ക് പ്രശ്നം വരും. പിന്നെ എന്നെ മനസ്സിലാക്കാനും എൻ്റെ കൂടെ നിൽക്കുന്ന ഏട്ടത്തി മാത്രമേ ഉള്ളൂ. ഏട്ടത്തി കൂടി എൻ്റെ ഒപ്പം ഇല്ലാണ്ടായ ചിലപ്പോൾ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അറിയാം മോനെ, ഞാൻ ഇച്ചാനോട് സംസാരിച്ചിരുന്നു. പക്ഷേ ഇച്ചാനും ഇതേ അവസ്ഥ തന്നെയാണ്. മറുത്തൊരു വാക്ക് അദ്ദേഹത്തിനും പറയാൻ പറ്റാത്തൊരവസ്ഥ. ഓ ഏട്ടത്തി, എനിക്കറിയാം. അപ്പച്ചൻ്റെ കേക്കെടുക്കും പാടുന്ന പാവകളില്ലേ, അതാ ഞങ്ങൾ രണ്ടുപേരും. ഒരു വോയിസ് ഇല്ല. സാരില്ല, പോട്ടെ. എന്നിട്ട് അപ്പച്ചൻ എന്തേടാ? എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ പൈസ വാങ്ങിക്കാൻ പോയിട്ടുണ്ടാവും. അതാണല്ലോ അപ്പച്ചൻ്റെ ആകെയുള്ള സന്തോഷം. കഷ്ടം തോന്നുക. നീ കളിക്കുന്നു, പൈസ അപ്പനെടുക്കുന്നു. എൻ്റെ കെട്ടിയും ജോലിക്ക് പോകുന്നു, പൈസ അപ്പനെടുക്കുന്നു. സ്റ്റീഫൻ സാറിനോട് സംസാരിക്കാൻ രണ്ടുപേരും വന്നിട്ടുണ്ട്. എനിക്ക് താല്പര്യമില്ലെന്ന് പറയോ? സാർ അവർക്ക് അർജന്റായിട്ട് പറയണമെന്നാ പറഞ്ഞത്. ഇത്തിരി ഇമ്പോർട്ടൻ്റാ. അതല്ലേ പറഞ്ഞ എനിക്ക് താല്പര്യമില്ലെന്നാ. ആരാ വന്നേക്കുന്നേ? അത് സാർ AL കമ്പനിന്നാ. AL കമ്പനിയോ? അത് വലിയ കമ്പനിയല്ലേ? അവരോട് വരാൻ പറയൂ. ഓക്കെ സാർ. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ഡിസിഷൻ എടുക്കാൻ പോലും അധികാരമില്ലെന്ന്. മിണ്ടാണ്ടിരിക്കടാ, അപ്പച്ചൻ കേൾക്കും. ഡാ, എന്നോട് ചോദിക്കാണ്ട് ആരോടും കയറി നോ പറയരുത്, കേട്ടല്ലോ? സാർ, ഞങ്ങളങ്ങോട്ട്. വരൂ. സാർ, ഞങ്ങൾ AL കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ നീന, ഇത് വരണം. ഞങ്ങളുടെ കമ്പനി ഒരു റിയാലിറ്റി ഷോ നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 3 ജഡ്ജസിനെയാണ് ഞങ്ങൾ നിയമിച്ചിരിക്കുന്നത്. അതിൽ 2 പേര് റെഡിയായി കഴിഞ്ഞു. 3-മൻ സ്റ്റീഫൻ സാറിനെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ 1 വർഷത്തെ കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ സാറിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ വെറുതെ ഇരുന്ന് തന്ന് കുട്ടികൾ കളിക്കുമ്പോൾ അവരെ ജഡ്ജ് ചെയ്താൽ മതി. എനിക്കൊന്ന് ആലോചിക്കണം. നിങ്ങൾ പുറത്തേക്ക് നിൽക്കൂ. ഓക്കെ സാർ. ഈശ്വര, നല്ലൊരു ഭാഗ്യമാണല്ലോ സ്റ്റീഫൻ മോനെ. എന്താ ഏട്ടത്തി? എടാ, ഇപ്പൊ വന്നവരുടെ കോൺട്രാക്ട് എന്താണെന്നറിയോ? എന്താ? എടാ, വെറുതെ നീക്ക് ജഡ്ജായിട്ട് ഇരുന്നാൽ മതി, ഡാൻസ് ഒന്നും കളിക്കണ്ട. ആ കോൺട്രാക്ട് എങ്ങനെയെങ്കിലും നമുക്ക് പിടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നിനക്ക് വേറെ സ്റ്റേജിൽ നിന്ന് കിടന്ന് തുള്ളണ്ടി വരും. അയ്യോ, അപ്പൊ ഇതെങ്ങനെ എടുക്കുക? ഏട്ടത്തി എന്തെങ്കിലും പാറ പോയി. ഞാൻ നോക്കട്ടെ. അപ്പച്ച, എന്താണ്? അപ്പച്ച, ഈ AL കമ്പനി ഉണ്ടല്ലോ, വലിയ ആൾക്കാരാ. അവരിന്ന് നമുക്കിപ്പോൾ അവന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം കിട്ടുന്ന അറിയാൻ കഴിഞ്ഞത്. അപ്പച്ച, ഈ കോൺട്രാക്ട് വെറുതെ കളയണ്ട. നമ്മൾ മുമ്പത്തേക്കാളും കൂടുതൽ കോടീശ്വരന്മാരാകുന്ന എനിക്ക് ഉറപ്പാ. സത്യമാണോ? സത്യം. AL കമ്പനി ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി എന്നാ. ഓ, എന്നാ പിന്നെ ഈ കോൺട്രാക്ട് എടുക്കാല്ലേ? എടുക്കാം. അവരെ വിളിക്കട്ടെ. നിങ്ങളോട് രണ്ടുപേരോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എടാ വാടാ. സാർ. വരൂ. ഞാൻ സ്റ്റീഫനെ വിളിക്കാം. നിങ്ങൾ അവരോട് സംസാരിച്ചോളൂ. ഓക്കെ സാർ. അയ്യോ, ഞാൻ സ്റ്റീഫൻ ഗബ്രിയലിനെ നേരിട്ട് കാണാൻ പോകുന്നത്. അപ്പൊ എത്ര നേരം നമ്മൾ നേരിട്ടല്ലേ കണ്ടത്? എടാ പൊട്ട, അങ്ങനല്ല, ഇങ്ങനെ എടുത്തെടുത്ത് കാണാൻ പോണെന്ന്. ഓ അങ്ങനെ. സ്റ്റീഫൻ, ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ, അവരോട് സംസാരിക്കുമ്പോൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആരോഗന്റ് മസ്റ്റ് ആണ്, കേട്ടോ? എന്നാ ചെല്ല്. Rockin' on me.
എക്സ്ക്യൂസ് മീ, സോ വാട്ട് ഈസ് ദ ഡീൽ? അത് എടാ എന്തായിരുന്നു? എന്ത്? Oh my god, holy fucking shit. He looks so handsome and hot at the same time. Cute too. Oh, Stephen, control your emotions. Attitude. So, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്ക് പോവാമോ? അയ്യോ സാർ, വെയിറ്റ്. ഇത് കഷ്ടപ്പെട്ട് ഞങ്ങൾ കാല് പിടിച്ച് കയറി വന്നതാ. അങ്ങനെ പെട്ടെന്ന് പോകരുത്. ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തോ അടിയൊന്ന് പറ. അതായത് സാർ Yeah, come on, man. Hey, cello. Say it by yourself, man. ചെല്ലോ. Yeah, cello. Don't you like it? ഇതാദത്തിനും കാട്ടും വലിയ ഫ്ലിർട്ടിങ് ആണല്ലോടാ. ആറ്റിറ്റ്യൂഡും ചാടൊക്കെ മാറ്റിയാ. മിണ്ടാണ്ടിരി. Still, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കല്ലാണ്ട് ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. Don't you like it? എടാ ഇഷ്ടമെന്ന് പറയടാ. ഇഷ്ടായി. പിന്നെ ഇഷ്ടാണ്ടിരിക്കോ? സാറിനെ പോലെ ഒരാള് എന്നെ ചെല്ലാന്നൊക്കെ വെച്ചാൽ അതൊരു വലിയ കാര്യമാണല്ലോ. ഓ, റിയലി? ദെൻ ഇനി മുതൽ ഞാൻ നിന്നെ ചെല്ലോന്ന് വിളിച്ചോളാം. ഓ, സാറിന് ഇഷ്ടമുള്ളത് വിളിച്ചോ, പ്രശ്നമൊന്നുമില്ല. അതെ, പ്രശ്നമൊന്നുമില്ല. പിന്നെ സംഭവം എന്താണ്? എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ. അതായത് സാർ താൻ പറയണ്ട, ചെല്ലോ നീ പറ. അതായത് സാർ, നമ്മുടെ കമ്പനിയിൽ ഒരു അപ്പം ഞാൻ എന്ന് വരണം? 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി സാർ. 1 മന്ത് ഞങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. സോ പരിപാടി 1 മാസം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ? അതെ സാർ. അപ്പോൾ ഈ 1 മാസം എനിക്ക് നിങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്യാം, അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ സാർ. എന്തേ? ഈ 1 മാസം എൻ്റെ കൂടെ ആരെങ്കിലും വേണം എന്നുണ്ടോ? അത് സാറിൻ്റെ ചോയ്സാണ് സാർ. സാറിന് ഇഷ്ടമുള്ളവരെ നിർത്താതെ ഇരിക്കാം. ഓ, എങ്കിൽ ഞാൻ പറയണം നിങ്ങൾ ചെയ്യണം. എന്താ സാർ? പറയാം. നീ എൻ്റെ അപ്പച്ചനോട് പറയണം 1 മന്ത് സാറിനെ ഞങ്ങളുടെ കൂടെ നിർത്തണം. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എല്ലാം പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല ഡ്രസ്സിൻ്റെ അളവെടുക്കാനൊക്കെ വേണമെന്ന്. പിന്നെ സാറിൻ്റെ കൂടെ ഫാമിലി ഒന്നും വേണ്ട, ബാക്കിയുള്ള 2 ജഡ്ജസും ഉണ്ടാവും സാറിൻ്റെ കൂടെ എന്നൊക്കെ പറയണം. അതെന്തിനാ സാറേ? അങ്ങോട്ട് പറഞ്ഞത് കേട്ടാൽ മതി, മറിച്ചൊന്നും പറയണ്ട. ഓക്കെ സാർ. ചെല്ല്. വാടാ. സോ അവനെ അപ്പോ ഒറ്റയ്ക്കെന്നൊക്കെ പറയുമ്പോൾ അപ്പച്ചാ, മണി. ഓ ശരി. എന്നാ 1 മന്ത് നിങ്ങൾ നോക്ക്. പിന്നെ അവനൊരു കുറവും വരുത്താൻ പാടില്ല. ആൻഡ് അബൌട്ട് അഡ്വാൻസ്? ഓ, അത് സാറ് നാളെ തന്നെ തരും. ബാക്കിയെല്ലാം മന്ത് വൈസ് തരും. ഓക്കെ സാർ. ഞങ്ങൾ സാറിൻ്റെ അപ്പച്ചനോട് സംസാരിച്ചു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കാണാം. പറ്റില്ല. ഇന്ന് തന്നെ കൊണ്ടുപോകണം. ബട്ട് സാർ, എന്തേ പറ്റില്ലേ? പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല സാർ. ദെൻ ടേക്ക് മീ ഫ്രം ഹിയർ. അപ്പോൾ സാർ ഡ്രസ്സ്? അത് നാളെ എൻ്റെ അസിസ്റ്റന്റ് കൊണ്ടുവരും. ഓ, ഓക്കെ സാർ. എന്നാൽ വരൂ സാർ, ഇറങ്ങാം. ഏട്ടത്തി, പോയിട്ട് വാടാ. ഈ 1 മന്ത് എൻജോയ് ചെയ്. ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ, ഒരു ആജ്ഞകളില്ലാതെ നിൻ്റെതായ ലോകത്ത് ഹാപ്പി ആയിട്ടിരിക്കേ. ശരി എന്നാ. ശരി സാർ. ഇത് ബോസ്, ഇത് സാർ. ഓ, അത് ഇറ്റ്സ് ഓക്കെ സാർ.
ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇവർ പറഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. യാ ദേ ടോൾ മീ. സോ സാർ, ഈ 1 ഇയറിൽ സാറിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഞങ്ങളോട് പറയാം. സാറിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി ഞങ്ങളൊരു അസിസ്റ്റൻറ്റിനും കൂടി തരാം. ഓക്കെ, സോ ഹു ഇസ് ദ അസിസ്റ്റൻറ്റ്? അത് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് ഐ ഡോണ്ട് നീഡ് ഹിം. സാർ, ഡോണ്ട് വറി. ഞാൻ ഉദ്ദേശിച്ചത് താൻ പറഞ്ഞ ആൾ എനിക്ക് വേണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എനിക്കൊരാളെ വേണം. അതാരാണ് സാർ? അത് ഓ മൈ ഗോഡ്, നീ ഇനിയാണല്ലോ നോക്കുന്നത്. ഈശ്വര, ഞാൻ എൻ്റെ പെണ്ണിന് 1 വർഷത്തേക്ക് തരൂലടോ. ഡോ പറ സാറേ. ഐ വാണ്ട് ഹിം. വരുണിനോ? യാ. ഞാനോ? യെസ്, നീ തന്നെ. യെസ് സാർ, ഡെഫിനറ്റ്ലി. ദിസ് 1 ഇയർ ഹി വിൽ ബി യുവർ അസിസ്റ്റൻറ്റ്. സാർ, യു ക്യാൻ ലീവ് നൗ. നീന, സാറിന് നമ്മുടെ റൂം കാട്ടി കൊടുക്ക്, ഫ്ലാറ്റിലെ. ഓക്കെ സാർ. സാർ വരൂ. സാറേ, എന്ത് കഷ്ടമാണ് സാറേ. സാറ് പറഞ്ഞ പോലെ അയാളുടെ കയ്യും കാലും പിടിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ? എന്നിട്ട് സാറിപ്പോൾ പറഞ്ഞ എന്താണ്? ഞാനൊരു വർഷം ആളുടെ പിന്നാലെ നടക്കാനാ? ആള് പറയുന്നത് കേട്ട് ഞാനെന്ത് വേലക്കാരനാ? എടാ, ഇപ്പം നീ ഇവിടെ ജോലി ചെയ്യുന്നില്ലേ, അതേപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. പക്ഷെ സാറേ, എനിക്ക് പറ്റൂല സാറേ. പ്ലീസ് വേറെ ആരെങ്കിലും വെക്ക്. എടാ, നമുക്ക് ഇയാൾ എന്തായാലും വേണം. നീ ഇല്ലെന്ന് പറഞ്ഞ ആളെങ്ങനെ നിർത്തിപ്പോയല്ലോ. പ്ലീസ് നീ ഇത് ചെയ്യടാ. നിനക്ക് നീനേക്കാട്ടും കൂടുതൽ സാലറി ഞാൻ തരാം. തരോ? തന്നിരിക്കും. എന്നാ പിന്നെ ഞാനൊരു കൈ നോക്കാം. ചെല്ലു. എടാ, സാറിൻ്റെ അടുത്തേക്ക് വെഞ്ചല്. നീനൊറ്റയ്ക്കാ, വേറെ എന്തെങ്കിലും നടന്നാലോ? ഇങ്ങനെ ഒരെണ്ണം. ഞാൻ പോണ്. നീന, നീ പൊക്കോ, ഞാൻ നോക്കിക്കൊണ്ട്. ആടാ, ശരി. ശരി. സാർ, അത് സാർ, ഡോ, ഞാനൊന്ന് ഫ്രഷ് അയച്ചു വരാം. ഓക്കെ സാർ. ഞാൻ വരുമ്പോൾ എനിക്ക് കുടിക്കാൻ ഡ്രിങ്ക്സ് വേണം. ഓക്കെ സാർ. ഏത് ബ്രാൻഡ് വേണം? അത് ഈ ഫസ്റ്റ് ടൈം കുടിക്കുന്നവർക്ക് കുടിക്കാൻ പറ്റിയത് മതി. സാറിൻ്റെ ഫസ്റ്റ് ടൈമാ? അതെ. താൻ വാങ്ങിച്ചിട്ട് വാ. സാർ കുളിച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിവിടെ വാങ്ങിച്ചു വെക്കാം. എനിക്കൊന്ന് വീട്ടിൽ പോകണം. വീട്ടിലൊക്കെയോ? 1 വർഷം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്? അതല്ല സാറേ, ഇവിടെ തുണി രണ്ടെടുക്കാൻ പറ്റില്ലല്ലോ. വീട്ടിൽ പോയിട്ട് തുണി എടുക്കാൻ. യാ, യു ക്യാൻ ലീവ്. ഓക്കെ സാർ. കണ്ണാ, എടാ, 1 വർഷം എന്നൊക്കെ പറയുമ്പോൾ നീ തീരെ വീട്ടിലേക്ക് വരില്ലേ? അങ്ങനെ തീരെ വരില്ലെന്നല്ല അമ്മ, ഇടയ്ക്കൊക്കെ വന്നു പോവുള്ളൂ, അത്രേ ഉള്ളൂ. എടാ, അപ്പോ ആ ജോലി വേണ്ടെന്ന് വെക്കി. എന്തിനാണ് ഇത്രയും? അച്ഛനൊന്നും മിണ്ടാണ്ട് പോയേ. ആ വീടിൻ്റെ പണി പകുതി. ഈ സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കുറച്ചും കൂടി തീർക്കാം. നല്ലോണം പൈസ കിട്ടുന്ന സാറ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് നല്ല പൈസ തന്നെ സാറ് തരുന്നു. പിന്നെ 1 വർഷമല്ല അച്ഛാ, അതൊക്കെ ഇപ്പം കിടന്നു പോകും. പിന്നെ വേണേ അളിയൻ വരുമ്പോൾ പറഞ്ഞേക്കുന്നേ. ഏട്ടാ, എന്തു പറയാൻ? ദേ പറഞ്ഞ് നാവ് വായേ കിട്ടില്ലോ, എത്തിയല്ലോ. അതാണ് ഞാൻ. എന്താണ് അളിയ, എങ്ങോട്ട് പോണേ? എന്താണ് കാര്യം? അത് പിന്നെ അളിയാ. അതെയാ, എന്നാ നീ പോയിട്ട് വാടാ. 1 വർഷമല്ലേ. ഇവരൊക്കെ എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും പോലെയാണ്. അതുകൊണ്ട് ഇവരുടെ കാര്യമൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. പിന്നെ വീടിൻ്റെ കാര്യവും ഞാൻ നോക്കിക്കൊണ്ട്. പിന്നെ നീ കൃത്യമായിട്ട് ജോലി ചെയ്താൽ മതി, കേട്ടടാ? താങ്ക് യു അളിയ. അളിയ മുത്താണ്. പിന്നെ അല്ലാണ്ട്. എന്നാ ഞാൻ പോവാണേ എല്ലാവരോടും. ആടാ, പോയിട്ട് വാ. ഈ വാതിലൊക്കെ തുറന്നിട്ട് സാറ് ഇതെങ്ങോട്ട് പോയി? Drunk and tipsy in the shop, Kallan curry on the house, vibing with the nut bomb, tripping on a good to pot. അയ്യോ സാറേ, നിർത്ത്. അത് മൊത്തം കുടിച്ചാ? നീ ഏതാ? അയ്യോ എൻ്റെ പൊന്ന് സാറേ, ഫസ്റ്റ് ടൈം ഒക്കെ കുടിക്കുമ്പോൾ കുറച്ചല്ലേ കുടിക്കാൻ പാടുള്ളൂ. ഇത് മൊത്തം എടുത്ത് കമത്തിയാ? ഞാൻ കമത്താണ്ടിരിക്കേ എന്തെങ്കിലും ചെയ്യും. അതിന് നീ ഏതാ? ഞാൻ വരുൺ. ഏത് വരുൺ? സാറേ, ചെല്ലോ.
ഓ മൈ ചെല്ലോ, വാ ഇവിടെ ഇരിക്കേ, നമുക്ക് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? ഒന്നും സംസാരിക്കണ, സാറ് കിടന്ന് ഉറങ്ങും. ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ പാടില്ല. യു നോ വൈ? വൈ? ബിക്കോസ് ടുഡേ ഐ ഗോട്ട് ദ ഫ്രീഡം ഫ്രം എവറിത്തിങ്. സാറ് എന്തൊക്കെയാ സാറേ ഈ പറയുന്നത്? അവിടെ കിടന്ന് ഉറങ്ങും സാറേ. നാളെ നേരം വിളിക്കുമ്പോൾ എല്ലാവരും കൂടി എന്നെ കൊല്ലും സാറേ. ഇല്ല, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നീ ഇവിടെ ഇരിക്കും. എന്തിനാണ് സാറേ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എന്ത് പറയാനാണ് സാറേ? എനിക്കൊരു ലിസണറായിട്ട് നീ ഇവിടെ ഇരിക്കോ? ആയിരിക്കാം, പറഞ്ഞോ. 1998 സെപ്റ്റംബർ 25 അന്ന് ഞാൻ ഈ ലോകത്ത് എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന ദിവസം. അന്ന് തൊട്ട് 15ാമത്തെ വയസ്സ് വരെ ഞാൻ ഹാപ്പി ആയിരുന്നു. ആസ്ക് മീ വൈ? ബിക്കോസ് ഐ ഹാവ് മൈ മോം വിത്ത് മീ. എൻ്റെ അമ്മയ്ക്കൊരു ക്യാൻസർ വന്നു. അമ്മ തട്ടിപ്പോയി. അന്ന് തൊട്ട് ഈ സ്റ്റീഫൻ ഗബ്രിയേൽ SG ആയിട്ട് അറിയപ്പെട്ടു. ദ ഗ്രേറ്റ് നമ്പർ 1 ഡാൻസർ. വലിയ ആഗ്രഹമായിരുന്നു ബെസ്റ്റ് ഡാൻസർ ആവണമെന്ന്. എൻ്റെ കഴിവ് എനിക്ക് എല്ലാവരെയും കാട്ടണം, എനിക്ക് അതിലൂടെ സന്തോഷിക്കണം. പക്ഷേ പിന്നീട് നിനക്കറിയോ, എൻ്റെ അപ്പൻ എപ്പോഴെങ്കിലും സന്തോഷിച്ചാലോ, അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ആനന്ദം കിട്ടിയാലോ, അപ്പോഴൊക്കെ അദ്ദേഹം മദ്യപിക്കാറുണ്ട്. സോ ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഒരുപാട്, അതുകൊണ്ടാണ് കുടിച്ചത്. സാറ് ബാക്കി പറഞ്ഞില്ല. ബാക്കി എന്താ? ബാക്കി എനിക്ക് ഓർമ്മയില്ല. വാ ഉറങ്ങാം. പക്ഷേ സാർ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നൗ ഹീസ് നോ മോർ ലവ് ഹിസ് പാഷൻ ലൈക്ക് ദ ഓൾഡ് ടൈംസ്. അതായത് എന്തെങ്കിലും സംഭവിച്ചു കാണണം എന്നല്ലേ? കണ്ടുപിടിക്കണം. അല്ല, ഞാനിതിപ്പോൾ എന്തിനാണ് ഓർത്ത് കിടക്കുന്നത്? പുള്ളിയുടെ കൂടെയുള്ള എന്നെ കെടുത്തേക്കുന്ന ഈശ്വര, നാളെ നേരം വിളിക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ടിരുന്നാൽ മതിയായിരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താൻ എന്തിനാണ് പേടിക്കുന്നത്? അതല്ല സാർ വല്ല തെറ്റിദ്ധരിക്കൊന്നും ചോദിച്ചിട്ട്. തെറ്റിദ്ധരിക്കാനോ? എന്തിന്? ഓ, ഒന്നും അറിയാത്ത പോലെ. ഒന്ന് പോ സാറേ. എനിക്കൊന്നും മനസ്സിലായില്ല. LGBTQ. അതെന്താന്ന് അറിയില്ല? ഇല്ല. സാറടിക്കുന്ന ഫോൺ എടുത്ത് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യണ നല്ലതാ, അപ്പൊ മനസ്സിലാവും. എൻ്റെ ഫോണിൽ നെറ്റ് ഇല്ല. എൻ്റെ ഫോണിൽ കോൾ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതെന്താണ് സാറേ? അതങ്ങനെയാ. എന്നാ എൻ്റെ ഫോൺ എടുത്തോ, സാറ് നോക്കിക്കോ. വേണ്ട, ഞാൻ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ഫോൺ കിട്ടുമ്പോൾ നോക്കിക്കോളാം. ഓ, ഇനിയിപ്പോൾ അതിന് ബുദ്ധിമുട്ടണ്ട, ഞാൻ പറഞ്ഞുതരാം. സാർ ഈ LGBTQ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ്. എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ജെൻഡറിനോട് തന്നെ ഇഷ്ടം തോന്നാം. സെയിം ജെൻഡറിനോട്, അതായത് പെണ്ണിന് പെണ്ണിനോടും ആണിന് ആണിനോടും. പെണ്ണ് പെണ്ണിനെ പ്രേമിക്കുന്നതിന് ലെസ്ബിയൻ എന്നും ആണാണിനെ പ്രേമിക്കുമ്പോൾ ഗേ എന്നും പറയും. അതിൻ്റെ ഇടയിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് വരും. എന്ന് വെച്ചാൽ അവർക്ക് ജനിക്കുമ്പോൾ തന്നെ പെണ്ണാണെന്ന് തോന്നും, പക്ഷെ എന്നാൽ രൂപം ആണിൻ്റെയാണ്. അങ്ങനെ അവർ ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ ഇഷ്ടത്തിനുള്ള ബോയോ ഗേളോ എന്ന രൂപത്തിലേക്ക് ആകും. പിന്നെ വേറെ ഉണ്ട്, നമുക്ക് നമ്മളെ തന്നെ പ്രേമിക്കാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസ് നമ്മുടെ ഈ ലോകത്തുണ്ട്. അത് കുറേ പേര് ആക്സെപ്റ്റ് ചെയ്യും, കുറേ പേര് ആക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പോഴും അവരെ കളിയാക്കുന്നവരും ഈ ലോകത്തുണ്ട്. ഓ, ഓക്കെ, നൗ ഐ അണ്ടർസ്റ്റാൻഡ്. സാറിൻ്റെ സ്വഭാവം വെച്ചിട്ട് ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. സാറിന് സുഹൃത്തുക്കൾ ആരുമില്ല അല്ലേ? ഇല്ല. എനിക്ക് തോന്നി. എന്നാ പിന്നെ നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? ആവാന്ന്. പക്ഷെ ഒരു നല്ല ഫ്രണ്ടായിരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. സാറ് വാ. നീ എന്നെ സാറേന്ന് വിളിക്കണ്ട. വേണ്ട. പിന്നെ ഞാൻ എന്തോ വിളിക്കും. നീ എന്നെ സ്റ്റീവ് എന്ന് വിളിച്ചോ? വേണ്ട, അതെല്ലാവരും വിളിക്കുന്നതല്ലേ. എങ്കിൽ നീ തന്നെ പറ എനിക്ക് ഇഷ്ടമുള്ള പേര്. മോച്ചി. മോച്ചിയോ? ഇഷ്ടായില്ലേ? കൊള്ളാം. ദെൻ മോച്ചി.
ചെല്ലോ പരമോച്ചി, നിനക്ക് വല്ല കഴിവുണ്ടോ? എങ്ങനത്തെ കഴിവ്? പാടാനോ ഡാൻസ് കളിക്കാനോ അങ്ങനെയൊക്കെ? ഞാൻ പാടും. എന്നാ പാട്, ഞാൻ ഡാൻസ് കളിക്കാം. റിയലി? യാ. പൈസ ഒന്നും വേണ്ടല്ലോ അല്ലേ? ഓടക്കാട് എന്തോ കളി. വേണ്ട, ഇപ്പൊ ഞാൻ നിനക്ക് ഡാൻസ് കളിച്ച് തരുന്നില്ല. ഒരിക്കല് ഞാൻ നിനക്ക് നിന്റെ മുമ്പിൽ വെച്ച് നീ പാടിയ പാട്ട് നൃത്തം ചെയ്ത് തരും. പക്ഷേ അതിന് പകരം ഇപ്പൊ നീ എനിക്കൊരു പാട്ട് പാടി തന്നെ. അതെന്താ അങ്ങനെ? നിന്റെ മുമ്പിൽ ഡാൻസ് കളിക്കുമ്പോൾ അതൊരു സ്പെഷ്യൽ ഈവൻറ്റിൽ തന്നെ വേണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഓക്കെ ദെൻ, ഞാൻ പാടാം. പാടിക്കോ പാടിക്കോ. പ്രാണനേ പ്രാണനേ പ്രാണനിൻ ശ്വാസമേ, ജീവനേ ജീവനേ ജീവനിശ്വാസമേ, തിരയേറി വന്ന നോവുകൾ നീർ പെയ്തു നീങ്ങവേ, അതിലോലലോലമാകുമെന്നനുരാഗ രാമഴ നിറയെ നനയൂ അലിയൂ പ്രിയതേ. ചെലോ ചെലോ, നിന്റെ വോയിസ് ഇറ്റ്സ് റിയലി അഡിക്റ്റിംഗ്. എനിക്ക് സ്ഥിരം എന്നും കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുടാ. എന്ത് രസമാ.